ഇന്നലെ സഭയിൽ മുഖ്യമന്ത്രി പ്രധാനമായിട്ടും യുഡിഎഫിനെ കടന്നാക്രമിച്ചത് ഉപയോഗിച്ച് നിങ്ങളുടെ കെ എം ഷാജി പ്രസംഗിച്ച ഒരു പ്രസംഗമായിരുന്നു. മതമാണ് പ്രശ്നം എന്ന് പറയുന്ന പ്രസംഗമായിരുന്നു. ഞാനൊരു സാഹിബ് അതിനെ പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇന്ന് നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ അതേ തലക്കെട്ടിൽ ഒരു ലേഖനം ചന്ദ്രികയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? അതിലൊരു ഭിന്നതയുണ്ടോ ഇതിനോട്? ഞാനൊരു സാഹിബ് അതിനെ പ്രതിരോധിക്കുന്നുണ്ട്, അതേസമയം നിങ്ങളത് ആശയം മുന്നിട്ട് സംസാരിക്കുന്നു. ഇന്നത്തെ ലേഖനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണെങ്കിൽ ആ ലേഖനത്തിൽ യഥാർത്ഥത്തിൽ അതിന്റെ ക്യാപ്ഷനുകൊണ്ട് മാത്രം നമുക്കത് വിലയിരുത്താൻ കഴിയില്ലല്ലോ. പക്ഷേ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. CPM ഇപ്പോൾ കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സ് കൃത്യമായി നമ്മൾ ആ നെറേറ്റീവ് കണ്ടുവേണം നമ്മളതിന് വിലയിരുത്താൻ. ആരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യമായി തിരിച്ചറിവുണ്ടായെന്ന ചോദ്യമാണ്. 2012 പാർട്ടി കോൺഗ്രസിലാണ് ഇന്ത്യയിൽ ഈ പാർട്ടി വളരുന്നതിന് തടസ്സമായത്, ഇവിടുത്തെ സമവാക്യങ്ങളെ തിരിച്ചറിയാതെ പോയത്, മതങ്ങൾക്കും ജാതികൾക്കും ഉണ്ടാകുന്ന വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് എന്ന് കോഴിക്കോട് നടന്ന സംസ്ഥാന CPMന്റെ സമ്മേളനത്തിൽ അവരുടെ അജണ്ടയിൽ ചർച്ച ചെയ്യപ്പെടുകയും അന്നുണ്ടായിരുന്ന തീരുമാനവുമായിരുന്നു. ആ അടിസ്ഥാനത്തിൽ നയമായി പോയ ഒരു പാർട്ടി ഇപ്പോൾ എന്തുകൊണ്ടാണ് പുതിയൊരു നടപടിയുമായി പോകുന്നത് എന്ന ചോദ്യം. നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ സാമുദായികത അല്ലെങ്കിൽ ജാതീയ വ്യവസ്ഥകൾ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനോടൊന്നും അഡ്രസ് ചെയ്യാതെ നമ്മളെല്ലാവരെയും ഒരേ തോണിലേക്ക് എണ്ണി നോക്കിയാൽ സ്വാഭാവികമായി പിറകോട്ടായി പോകുന്ന മനുഷ്യരെ നമ്മുടെ അളവുകോലിൽ തന്നെ ഒരേ സ്കെയിലായി പോകുമ്പോൾ അതൊരു കൃത്യമായ അളവുകോലാവില്ല എന്ന വിലയിരുത്തലിലാണ് ഞാൻ ലേഖനം എഴുതിയത്. അതിൽ ക്ലാരിറ്റി ഉണ്ട്. പാർട്ടി പറഞ്ഞത് അതേ നിലപാട് തന്നെയാണ്, അതിൽ വ്യത്യസ്തമൊന്നുമില്ല. മതം ഒരു വിഷയമേ അല്ലാതെ നമ്മൾ ഈ രാജ്യത്തെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് എന്ത് മറുപടിയാണുള്ളത്? അപ്പോൾ ആ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മതവും ജാതിയും അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന പരിപ്രേക്ഷ്യത്തിലാണ് ലേഖനം. അത് 100% പാർട്ടിയുടെ കാഴ്ചപ്പാട് തന്നെയാണ്. പൊതുവെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളൊക്കെ നേരിടുന്ന വെല്ലുവിളിയായിട്ട് നടക്കുന്ന ചർച്ചയിൽ പറയുന്നത് പുതിയ കുട്ടികളൊന്നും സംഘടനാ രംഗത്തേക്ക് വരുന്നില്ല, പൊതുപ്രവർത്തന രംഗത്തേക്കും വരുന്നില്ല. പൊതുവെ അങ്ങനെ വെല്ലുവിളി നേരിടുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വെല്ലുവിളി ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ 1,00,000 ലക്ഷം വിദ്യാർത്ഥികളെ മറ്റന്നാൾ മലപ്പുറത്ത് കൊണ്ടുവരികയാണ്. അത് ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന വിദ്യാർത്ഥികളുടെ പോർഷൻ തന്നെയാണല്ലോ. പിന്നെ ഞങ്ങൾ നാളെ നടത്തുന്നത് ജെൻസി പ്രോഗ്രാമാണ്. ഒരു പുതിയ ജനറേഷനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്, സ്വന്തമായി കഴിവുകൾ തെളിയിക്കപ്പെട്ട കൂട്ടത്തിലെ പുതിയ തലമുറയാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പുതിയ തലമുറ എന്തുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ നിലപാടില്ല എന്നുള്ളൊരു ചോദ്യമാണ്. ഒരു നല്ല ചോദ്യമാണത്. ഞാൻ മനസ്സിലാക്കി അവർക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടോ? അതാണ് ഒരു ചോദ്യം. കക്ഷി രാഷ്ട്രീയത്തിൽ പക്ഷെ അവർ അത്ര അങ്ങ് ഇൻവോൾവ് ആയിക്കൊള്ളുന്നില്ല. രാഷ്ട്രീയ നിലപാടുകൾ അവർക്കുണ്ട്. അത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജുകൾ നിങ്ങൾ നോക്ക്. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളിലും പ്രതികരിക്കാൻ കഴിയുന്ന മനസ്സ് അവർക്കുണ്ട്. അപ്പൊ നമുക്കറിയാലോ, ഈ രാജ്യം തന്നെ BJP 2ാം ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഒരു ഘട്ടത്തിൽ NRC ഉൾപ്പെടെ നടപ്പിലാക്കുന്ന ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് പരാജയത്തിന്റെ ഒരു മടുപ്പിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ രാജ്യത്തിന്റെ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികളാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. അങ്ങനെയാണ് തെരുവ് പുതിയ സമരം ആരംഭിച്ചത്. ഇപ്പോൾ അമേരിക്കൻ തെരുവുകൾ നടക്കുന്ന സമരം, യൂറോപ്യൻ സർവകലാശാലകളിൽ ഗസയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരം. അപ്പൊ ആ സമരങ്ങളൊക്കെ പുതിയ തലമുറയുടെ ഭാഗമാണ്. അത് കേരളത്തിന്റെ, ഇന്ത്യയുടെ എന്നല്ല, ലോകത്തെ പുതിയ തലമുറ രാഷ്ട്രീയമായ ഒരു പ്രബുദ്ധരാണ്. കക്ഷി രാഷ്ട്രീയത്തിലേക്ക് അവർ കടന്നു വരുന്നതിൽ ആർക്കെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വലിയ ആശങ്ക ഞങ്ങൾക്കില്ല. ഞങ്ങളിൽ എല്ലാ ജനവിഭാഗങ്ങളും ഞങ്ങൾക്കിടയിലുണ്ട്. അവർ ഞങ്ങളെ ചേർത്ത് വെക്കുന്നുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ അവർ വിശ്വസിക്കുന്നുണ്ട്. MSFനെ സംബന്ധിച്ച് MSF ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയമാണ്. അതിനകത്തിരുന്ന് ആലോചിക്കുമ്പോൾ, അതിനകത്തിരുന്ന് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ആശങ്കയില്ല. അത് ഞങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറായി ഞങ്ങളുടെ രാഷ്ട്രീയത്തെ വിദ്യാർത്ഥികളോട് പറയാൻ കഴിയുന്നതും അവർ അതിനെ സ്വീകരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം.